ഹലോ, ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. വേറൊന്നല്ല, അന്ന് പാപ്പൻ്റെ മോൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. ഈ വളയിടിക്കാൻ പോകുക എന്നൊക്കെ പറയില്ലേ, പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് വളയിട്ട് കൊടുക്കുക. അങ്ങനെ എന്താ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പാപ്പൻ്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അധികം ദൂരമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എനിക്ക് ഈ വഴി നടന്ന് പോകുമ്പോഴേ എന്തോ ഒരു പണ്ടത്തെ ചില നൊസ്റ്റു നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. കാരണം നമ്മൾ സ്കൂളിലെത്തുമ്പോൾ നമ്മൾ തറവാട്ടിൽ പോയിരിക്കുന്നതും പോകുന്നതൊക്കെ എന്തോ ഒരു ഭയങ്കര ചില ഓർമ്മകൾ അങ്ങനെ നമ്മുടെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കും അല്ലേ. ഈ വഴി നേരെ പോകുന്നത് പാപ്പൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ പോയിട്ട് പെണ്ണിനെ കൊണ്ടുപോകാനുള്ളതൊക്കെ അവർ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതെടുത്ത് ജസ്റ്റ് എല്ലാതും കവറിലാക്കുകയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ കവറിലാക്കിയിട്ട് കൂടി നമ്മൾ ചിലത് കൊണ്ടുപോകാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, 1-2 സാധനമൊക്കെ. എന്തായാലും അത് സെറ്റാക്കി. പിന്നീട് ഇതാണ് കേട്ടോ എൻഗേജ്മെൻറ്റിൻ്റെ ചെക്കൻ. അങ്ങനെ വീട്ടിൽ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ്. 1-2 പേരും കൂടി വരാനുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻ വരണമല്ലേ, നമ്മളെല്ലാവരെയും ഒന്ന് കാണണമെങ്കിൽ. കല്യാണം കഴിഞ്ഞ് പോയ എല്ലാവരുടെയും അവസ്ഥ തന്നെയാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നാലാണ് എല്ലാവരും കാണുക, സംസാരിക്കുക. പക്ഷേക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും കാണാനും കൂടാറൊക്കെ ഉണ്ട്. എന്തായാലും എല്ലാവരും വന്നു. ഞങ്ങളിത് ഇറങ്ങാൻ നോക്കാൻ കേട്ടോ. ബസ് വലിയ ബസ്സായതുകൊണ്ട് സ്റ്റാൻഡിൽ ഇട്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഓരോ ബോക്സ് എടുത്തിട്ടാണ് കേട്ടോ നടക്കുന്നത്. പാപ്പനും സനു അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇതാണ് കേട്ടോ ചെക്കൻ്റെ അനിയത്തി. ചേച്ചി എന്നെയും കൂടി എടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവൾ മിഠായും പിടിച്ചിട്ട് ഓടുന്നത്. എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ബാക്കി. പിന്നെ ബസ്സൊക്കെ വന്നു. എല്ലാവരും ഉണ്ട്. ഞങ്ങളിത് ബസ്സിലെല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നന്ദു പുറപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അച്ചാരം കെട്ടുക എന്ന് പറയും. നമ്മൾ അച്ചാരം കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പെണ്ണ് നമ്മുടെ സ്വന്തമായി എന്നുള്ളൊരു ചടങ്ങാണത് കേട്ടോ. അതൊരു വാക്കാൽ ഉറപ്പിക്കുക അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമ്മളെ ചെക്കൻ്റെ അമ്മാവനും പെണ്ണിൻ്റെ അച്ഛനും തമ്മിലുള്ളൊരു ചടങ്ങാണത്.
ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാനാണ് കേട്ടോ. പിന്നെ അതിന് പുറമെ ഞങ്ങളുടെ വക സെൽഫി ഉണ്ടായിരുന്നു കേട്ടോ. സെൽഫി പിന്നെ എവിടെ പോയാലും മുഖ്യമാണല്ലോ. അങ്ങനെ ഇതാ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങാനുണ്ട്. ഞങ്ങൾ കുറച്ച് ലേറ്റായി, കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഭക്ഷണം കഴിക്കാൻ. ബാക്കി എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഇനി പോകാൻ നോക്കാൻ കേട്ടോ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. കണ്ണിപ്പോൾ തന്നെ വരുന്നില്ല എന്ന് പറഞ്ഞു. അവർക്ക് കുറച്ചും കൂടി ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതാ ഞങ്ങളെല്ലാം ഇറങ്ങാണ്. എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.